അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഒരു കാർ കളക്ഷൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിലിപ്പം ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മൾ ഫ്രീ കാറാണ് കേട്ടോ. അത് ഈ ഫ്രീ കാർ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഓൺലൈനിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഫ്രീക്ക് 1 രൂപയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അങ്ങ് മേടിച്ചതാണ്. പിന്നെ വരുന്ന ഈ ഒരു വണ്ടി വെറുതെ ഞാൻ മേടിച്ചിട്ടാട്ടോ, വലിയ പ്രൈസും കാര്യങ്ങളും. അത് നമ്മൾ ഫ്രീ കാറല്ലേ, അപ്പോൾ ഇനി പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ഞാൻ വെറുതെ മേടിച്ചിട്ട വണ്ടിയാണ്. പിന്നെ വരുന്നത് ഈ ഒരു വണ്ടിയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ. ഇപ്പം ഇത്തിരി പൈസയൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് ഈ വണ്ടിയൊന്നും വേണ്ടാതായി കേട്ടോ. പക്ഷേ ഞാൻ മുമ്പ് അത് കുറേ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറേ പേർക്ക് അറിയായിരിക്കും. ഞാൻ ഇതിൻ്റെ ഫോട്ടോഷൂട്ടിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ട്രോപ്പിക്കലാണ് കൊണ്ടുപോയത്. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു. പിന്നെ ഇവിടെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ അത് എന്തായി, ഞാൻ ഈ വണ്ടീനെ അങ്ങോട്ട് ഉപയോഗിക്കാതിരിക്കാനുള്ളതായി. കാരണം സത്യം പറയാനില്ല, എനിക്ക് ഇഷ്ടമാണ് ഈ വണ്ടി. പക്ഷേ ഇപ്പോൾ നമ്മളിത് റിച്ചൊക്കെ ആയപ്പോൾ നമുക്ക് ആ വണ്ടീനൊന്നും വേണ്ടതായി. അതുകൊണ്ട് അതാ പ്രശ്നം. ഞാനൊരു ബ്ലാക്ക് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് മേടിച്ചത്, ഞാൻ മറന്നുപോയല്ലോ. ഇത് ഞാൻ വെറുതെ ഓൺലൈനിൽ കളിച്ച് വന്നപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയൊരു വണ്ടിയാണ് കേട്ടോ. 1 രൂപയ്ക്കാണ്ട് എനിക്ക് കുറേ വണ്ടികളൊക്കെ ഫ്രീ ആയി കിട്ടുമായിരുന്നു. ഓക്കെ, അത് ഞാൻ റഷ്യയിലും കൊറിയയിലൊക്കെയാണ് ഇങ്ങനെ ആയിട്ട് റേറ്റ് കുറച്ചിടുക. പിന്നെ അത് ഒരു രൂപയ്ക്ക് അവർ തോന്നിയും കാറുണ്ടായിരിക്കും, അവർ 1 രൂപയ്ക്ക് കിട്ടില്ല. നമ്മളെ കഥ മേടിക്കും. അല്ല പിന്നെ നെക്സ്റ്റ് വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടിയില്ലേ, ഇതല്ല നമ്മുടെ ഈ ഒരു വണ്ടി, ഇത് ഞാൻ അഹങ്കാരത്തിന് പോയി മേടിച്ചതാണ്. ഇതിനെന്തോ 90K കിട്ടുകയാണ്. എൻ്റെ കയ്യിൽ എന്തോ 1 lakh ഉണ്ടായിരുന്നു. ആ 1 lakhന് ഞാൻ കൊണ്ടുപോയി മേടിച്ച് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടം പണിയായിരുന്നു ചോദിച്ചാൽ. എൻ്റെ ഇപ്പോൾ പൊന്നെ, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 223 രൂപ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി എൻ്റെ സ്വന്തം പൈസയ്ക്ക് മേടിച്ചാണ്. ആരും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതല്ല. നമ്മുടെ വാൻ ഉണ്ടല്ലോ, ഇപ്പോൾ താഴെ കാണുന്ന ആ വാൻ എനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ഈ വണ്ടിക്ക് ഒരുപാട് ഓട്ടി കടന്നിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ വീട്ടുള്ള എഞ്ചിൻ കയറ്റിയിട്ട് ഒരു തവണ ഞാൻ ഓഫ് റോഡിന് കൊണ്ടുപോയി, വണ്ടി മറിഞ്ഞ്. പിന്നെ ഈ വണ്ടി ഞാൻ ഇതാക്കി വിറ്റ്. ഈ വണ്ടി എനിക്ക് വേണ്ടാതെ തോന്നിയത്. പിന്നെ നമ്മുടെ താറാണ്. നമ്മൾ വിശുദ്ധത്തിൽ നിന്ന് തന്നെ മറന്നു. നമ്മളെ താറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടി, ഇത് ഞാൻ ഓൺലൈനിൽ പോയപ്പോൾ ഇവ 599 രൂപയോ 530 രൂപയോ അങ്ങനെ എന്തോ ഇട്ടപ്പോൾ കണ്ടപ്പോൾ ഇത് നമ്മളെ വെറുതെ ഒരു പ്രൈസിനല്ലേ കേസ്. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് പോയി മേടിച്ചാണ്. നല്ല വണ്ടിയാണ്, ഇത് ഇപ്പോൾ നൈസ് വണ്ടിയാണ്. പിന്നെ നമ്മുടെ മിനി കൂപ്പറാണ് കേസ്. ഇത് ഏകദേശം എത്ര രൂപ വരുമോ ഞാൻ മേടിച്ച് മറന്നുപോയി. 19K അങ്ങനെ എന്തോ വരത്തുള്ളൂ. ഓക്കെ, നമ്മളെ കുറേ നല്ല വണ്ടികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ 24 വണ്ടിയാണ്ടേ ഉള്ളൂ. ഈ ഒരു വണ്ടിയാണെങ്കിൽ ഇത് ഞാൻ മേടിച്ച് ഒന്നും ചെയ്തില്ല, ഓട്ടിച്ചിട്ട് ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കളക്ട് ചെയ്യാനായിട്ടേ ഞാൻ ഏറ്റവും ഓടിച്ചുകൊണ്ട് നടന്ന ആ വണ്ടിയാണ് നമ്മുടെ ബ്ലൂ കാറ്. ഞാൻ അതിന് പേരിട്ടിട്ടുണ്ട് ഗൈസ്, ബ്ലൂ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. നമുക്ക് ഇനി കാർസിനൊക്കെ പേരിടണം ഗൈസ്. നമ്മളെ കൊച്ചുങ്ങൾക്ക് പേരില്ല, അതുപോലെ നമുക്ക് കാറുകൾക്ക് പേര്. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇത് ഇല്ലേ ഇപ്പോൾ കണ്ട വണ്ടി, ഇത് ഞാൻ 80K മേടിച്ചതാണ്. കുറേ വണ്ടിയുണ്ട് ഗൈസ്. ഈ വാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് മേടിച്ചതാണ്. ആരെനിക്ക് ഗിഫ്റ്റ് തരും, പക്ഷേ എനിക്ക് കുറച്ച് പേരൊക്കെ ഗിഫ്റ്റ് തരാറില്ല. ഗിഫ്റ്റ് തരാനില്ലടേ, നമ്മളിലെ കെഞ്ചിലെ അവന്മാരുടെ അടപ്പളകുമ്പോൾ അമ്മമാർക്ക് എക്സ്ചേഞ്ച് ഓഫർ വരും, അങ്ങനെ കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയാണ് ഇത്. പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മളെ അതിനെ പറ്റിയ വണ്ടിയാണ്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇത് നമ്മുടെ വിൻറ്റേജ് ലൈഫിനൊക്കെ പറ്റിയതാണ്. എൻ്റെ അമ്മ സസ്പെൻസ് പോയി, കുഴപ്പമില്ല. അത് നമ്മളെവിടെ ഇപ്പോൾ നിർത്തിയത് അതല്ലല്ലോ, അപ്പുറത്തല്ലേ. ഓക്കെ, വിൻറ്റേജ് ലൈഫിനുള്ള വണ്ടിയാണ്. ഇത് നല്ലൊരു വണ്ടിയാണ് ഗൈസ്. ഞാനല്ല ഇത് പണിതത്, എൻ്റെ ഫ്രണ്ട് പണിത് തന്നിട്ട് എനിക്ക് തന്നതാണ്. നെക്സ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ വണ്ടി, ഇത് ഏതാ വണ്ടി, ഇത് പേരെനിക്ക് നമ്മുടെ ആട് 2 ഉണ്ട് കേട്ടോ. ഈ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആട് 2 സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ ഒരു വണ്ടിയുടെ പേര് തേങ്ങയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വെറുതെ മേടിച്ചിട്ട്. ഞാൻ കുറേ വണ്ടികൾ വെറുതെ മേടിച്ചിടും. ഈ ഒരു വണ്ടി എൻ്റെ M3, അതായത് കണ്ടില്ലേ, M3 കൊടുത്തിട്ട് മേടിച്ച വണ്ടിയാണ്. ഈ ഒരു വണ്ടി കൊടുത്തിട്ട് ഞാൻ മേടിച്ചാണ്. പിന്നെ എനിക്ക് ഈ വണ്ടി ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും മേടിച്ചു, അത്രേ ഉള്ളൂ. വീണ്ടും മേടിച്ചാലല്ലോ, ഇതെനിക്ക് ആരും ഗിഫ്റ്റ് ചെയ്തതാണ് അല്ലാന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും മേടിക്കാൻ എൻ്റെ പൈസ ഇല്ലല്ലോ ഇനി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് ഇത്തിരി ഒരുപാട് കഥയുള്ളതാണ്. ഞാൻ അടുത്ത വീഡിയോ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയണോ? ഓക്കെ, പറഞ്ഞുതരാം. ഈ വണ്ടി വെറുതെ ഒരുത്തൻ 599 രൂപയ്ക്കാണ്ട് ഇട്ട വണ്ടിയാണ് കേട്ടോ. അത് ഞാൻ വെറുതെ ഫ്രീക്ക് പോയി മേടിച്ചു, അത്രേ ഉള്ളൂ. ഒരു കഥയായി അതങ്ങ് തേയാണ്. ഓക്കെ, ഇത് ഞാൻ വെറുതെ, അതായത് 599 രൂപ അങ്ങനെ എന്തോ മേടിച്ച വണ്ടിയാണ് ഞാൻ.
ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വരുന്ന നമ്മളൊരു BMW അല്ല, ഇതല്ലല്ലോ, BM അല്ലല്ലോ, ഇതാണ് വരുന്നത്. ഈ വണ്ടിയും ആ സെയിം ഇതിൽ എനിക്ക് 1 രൂപ പ്രൈസിന് എനിക്ക് കിട്ടിയ വണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ BMW M3 ആണ് മക്കളെ. M3 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ BMW M3 ആണോ M4 ആണോ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് M3 ആയിരിക്കണം. ഇത് എനിക്ക് ഫേവറേറ്റ് വണ്ടി, ഐ ലൈക്ക്, ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ഇത് ഞാൻ ഒരുപാടൊന്നും ഓടിച്ചിട്ടില്ല, 2 ദിവസം 3 ദിവസം കണ്ട് ഓടിച്ചിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഒരു ഹമ്മറോ അങ്ങനെ എന്തോ കൊണ്ടു തന്നപ്പോൾ എനിക്ക് ഓൺ ദ സ്പോട്ട് എനിക്ക് എക്സ്ചേഞ്ച് ഓഫർ വേണം, അങ്ങനെ കിട്ടിയ വണ്ടിയാണ് ആ ബ്ലൂ. പിന്നെ ഈ വണ്ടിയാണല്ലോ നമ്മുടെ G-Wagon, അങ്ങനെ എനിക്ക് കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു കാർ കളക്ഷൻ വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.